ആളുകളെ താങ്ങുകയാണെങ്കിൽ സമസ്തന്റെ എതിരാളി ഏതൊരു വ്യക്തിക്കും അവനവന്റെ എതിരാളികൾ താങ്ങിയാൽ ആർക്കും പറ്റൂല്ലേ? ഏത് കക്ഷിക്കും അവന്റെ എതിരാളിനെ സഹായിക്കണം, ആർക്കും പറ്റൂല. അതാണ് ഇപ്പൊ മുമ്പ് ഇങ്ങനെ ചില വർത്താനത്തില് ലീഗും സമസ്തി അകലുന്നു എന്നൊക്കെ ഓരോ റിപ്പോർട്ട്. ഒന്നുമില്ല, ലീഗും സമസ്തിയിൽ ആരും അകലിച്ചില്ല, അത് ഒറ്റക്കെട്ടായിട്ട് തന്നെ പോണത്. ചില വ്യക്തികളെ ചില പ്രവർത്തനങ്ങൾ നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർക്ക് പറ്റൂല, അപ്പോൾ അത് തോന്നും. അപ്പൊ പേപ്പറുകാർ അത് വലുതാക്കിയിട്ട് ലീഗും സമസ്തി അകലുന്നോ എന്ന് പറയും. ഇങ്ങനെയൊക്കെയുള്ള ഓരോ കളിയാണിത്. അപ്പൊ നല്ലോണം ഛർദ്ദിച്ചിട്ടേ അകലിനെന്ന് പറഞ്ഞ് ഞങ്ങൾ മനസ്സിലാക്കാൻ പാടുള്ളൂ. ലീഗും സമസ്തി ഇതിനെ അകലുന്നിട്ടില്ല, ഞങ്ങളൊക്കെ ലീഗാരാണ്. സമസ്തക്ക് ലീഗൊന്നുമില്ല, അതും പറഞ്ഞുതരാം. സമസ്തക്ക് സ്വയം ഇന്ന് ലീഗെന്നോ സമസ്തന്റെ സ്ഥാപനങ്ങൾ ലീഗുകാർ നടത്തുന്നുണ്ട്, കോൺഗ്രസ് നടത്തുന്നുണ്ട്, പിന്നെ ദീനുള്ള ജാതി അനുഭാവികൾ ഓലും നടത്തുന്നുണ്ട്, ധാരാളം മദ്രസകൾ നടത്തുന്നുണ്ട്. ആള് കമ്മ്യൂണിസ്റ്റ് വോട്ട് ചെയ്യാണോ കമ്മ്യൂണിസ്റ്റിനെ ചെയ്യുള്ളൂ. അവൻ അതിന് റസൂലൊക്കെ ഉണ്ട്, ഒലുമ്പ് നോൽക്കും. അങ്ങനത്തെ കമ്മ്യൂണിസ്റ്റ് തന്നെ ഓലൊക്കെ നടത്തുന്ന സമസ്തന്റെ സ്ഥാപനങ്ങൾ. പക്ഷെ വ്യക്തികൾക്ക് രാഷ്ട്രീയമാകാലോ, ഞങ്ങളൊക്കെ ലീഗിന്റെ ആളുകളാണ്. അപ്പം ലീഗും സമസ്തിയൊക്കെ അകലുണ്ട് എന്ന് പറഞ്ഞ വെറുതെയാണ്. ഇങ്ങനെ ചില ലീഗല്ല കാരന്റെ ചില പ്രവർത്തനങ്ങളെ കൊണ്ട് തെറ്റിദ്ധാരണ വന്നാൽ ഇനി കുട്ടികൾ പറഞ്ഞ നിവൃത്തിണ്ടാവും. അപ്പൊ അതൊക്കെ ഛർദ്ദിക്കേണ്ട ഒരവസ്ഥയാണ് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ഞാൻ ഉണർത്തുന്നത്. ഇതിനകത്ത് സമസ്ത ലീഗ് അത്ര ബന്ധമുണ്ടല്ലോ. പിന്നെ ഇതിനെ ഒപ്പിക്കേണ്ട ആവശ്യം എന്താ? ബഹുമാനപ്പെട്ട പൂക്കോയത്തങ്ങൾ തന്നെ അത് പിരിച്ചുവിട്ടതല്ലേ. വരാൻ പോണ സകലം സമസ്തന്റെ എതിരായി വരുന്ന ഏത് കമ്മിറ്റി അഖിലും വേണ്ട കൊകിലും വേണ്ട വേണ്ട, ഇത് സമസ്ത മാത്രം മതി. അങ്ങനത്തെ ഓരോക്കെ പിരിച്ചുവിട്ടതിനെ ഞങ്ങൾ താങ്ങാൻ നടക്കണം. അതാണ് പ്രശ്നം വേണ്ടത്. അപ്പൊ അത് ഛർദ്ദിക്കണം. ലീഗ് വളരെ ആവശ്യമാണ് ഞങ്ങളെ അഭിപ്രായം. അതിനുവേണ്ടി പ്രവർത്തിക്കണമെന്ന് ഔട്ട് ചെയ്യണമല്ലോണ് ഞങ്ങൾ. അപ്പൊ അത് ഇന്ന ഭിന്നമാവാൻ പാടില്ല. ഇന്ന ഭിന്നമാവുന്ന പണി ഒറ്റം തെറ്റിയ ആളുകൾ എടുക്കാനും പാടില്ല. അതേപോലെ ഞങ്ങൾക്ക് പറയാനുള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ ചെറുപ്പം